الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ സൃഷ്ടാവ് ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ കൃത്യമായ താൽപ്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രമീകരിക്കണമെന്ന ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ ജുമുഅക്ക് വേണ്ടി വന്നിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണല്ലോ. മുൻപിലെ സൊഫുകളിലേക്ക് കയറിയിരിക്കുക. അവിടെ ഇരിക്കുന്ന വഴികളിൽ ആളുകൾ കയറി വരുന്ന വഴിയാണ്, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്ന് ഒതോടുകൂടെ പള്ളിയിൽ കയറിയ പലരും സുന്നത്ത് നമസ്കരിക്കാതെയാണ് പള്ളിയിൽ ഇരിക്കുന്നത്. എപ്പോൾ, പ്രത്യേകിച്ചും ജുമുഅക്കാണെങ്കിലും അല്ലെങ്കിലും, പള്ളിയിൽ കയറിയാൽ ആരെങ്കിലും സുന്നത്ത് നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ വേഗം എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടാണ് അവർ ഖുത്ബ ശ്രദ്ധിക്കേണ്ടത്. മറന്നുപോയവരുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുക. ചാരിയിരിക്കുക എന്നത് ഉറങ്ങാൻ പറ്റുന്ന ഏറ്റവും സൗകര്യമുള്ള മാർഗമാണ്. അത് ഒഴിവാക്കാൻ കഴിയുമോ എന്നത് ഓരോരുത്തരും അവനവന്റെ ആരോഗ്യകാര്യമായി ചിന്തിച്ചുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജിന്റെ സമയമായി കൊണ്ടിരിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് 6000 കിലോമീറ്ററുകൾ താണ്ടി മക്ക എന്ന പുണ്യഭൂമിയിലേക്ക് ജനലക്ഷങ്ങൾ യാത്രയായിക്കൊണ്ടിരിക്കുക. കേരളത്തിന്റെ ആദ്യ യാത്രാ സംഘങ്ങളൊക്കെ പുറപ്പെട്ടു. കണ്ണൂർ എയർപോർട്ടിൽ നിന്നുള്ള യാത്രാ സംഘങ്ങൾ പുറപ്പെട്ടു. അവിടെ എത്തിപ്പെടാനും ഹജിമാരായ ആളുകൾക്ക് അവരുടെ കാര്യങ്ങളെല്ലാം സുഖകരമായി കൊണ്ടുപോകുവാനും പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു പുണ്യകർമ്മത്തിന്റെ കാര്യത്തിൽ, ഹജ്ജിന്റെ കാര്യത്തിൽ നമ്മുടെ സമൂഹം ഇനിയും ഉണരാൻ ഒരുപാടുണ്ട്. ഹജ്ജ് എന്ന വിളിക്കപ്പുറത്ത് കർമ്മം പൂർത്തീകരിക്കാൻ യോഗ്യരായ ഒരുപാട് പണക്കാരായ ആളുകൾ പാസ്പോർട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അവർ പോകുന്നില്ല. പോകണമെന്നൊരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്, അവരുടെ അടുത്ത് പോകാൻ പണമില്ല.
ഇവിടെയാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ എന്റെ ഉത്തരവാദിത്വമായ ഹജ്ജ്, ഞാൻ അതിന് യോഗ്യത ഉണ്ടോ? ഞാൻ അതിന് സമ്പത്ത് കൊണ്ടും കഴിവുകൊണ്ടും ശേഷി കൊണ്ടും ഞാൻ യോഗ്യനാണോ? മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അയാൾ ഹജ്ജിന് പുറപ്പെടണം. ഈ വർഷത്തെ അവസരങ്ങൾ കഴിഞ്ഞുപോയെങ്കിൽ നീയത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ നേരത്തെ തന്നെ അടുത്ത അവസരത്തിന് ഞാൻ ഉണ്ടാകണമെന്ന തീരുമാനം എടുക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ആയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആര് ഹജ്ജ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. സൂറത്തു ആലി ഇംറാനിന്റെ 97-ാമത്തെ ആയത്ത്. വലില്ലാഹി അലന്നാസ്, മനുഷ്യരുടെ മേൽ അല്ലാഹുവിനോടുള്ള ബാധ്യതയാണ് ഹജ്ജുൽ ബൈത്ത്, ആ ഭവനത്തെ കരുതി പോവുക എന്നത്. മനിസ്തതാഅ ഇലൈഹി സബീല, മാർഗം കൊണ്ട് സാധ്യമായവരൊക്കെ പുറപ്പെടണം. വഴി കൊണ്ട് യാത്ര ചെയ്യാൻ ആരോഗ്യപരമായി സമ്പത്ത് കൊണ്ട് കഴിവുള്ളവരൊക്കെ അവിടേക്ക് ലക്ഷ്യമാക്കി പുറപ്പെടണം. അത് ജീവിതത്തിൽ അനിവാര്യമായ കർമ്മമായി ഖുർആൻ രേഖപ്പെടുത്തി. എന്തുകൊണ്ട്? ആ ഭവനത്തിലേക്ക് നിങ്ങൾ ഹജ്ജിന് പുറപ്പെടണം. അവിടെയാണ് കഅബാലയമുള്ളത്. ആ കഅബാലയത്തിന്റെ സവിശേഷത അടുത്ത ആയത്തിൽ പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ആദ്യമായി മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആരാധനാലയത്തിന്റെ ഭവനം അതാണ്. ലല്ലദീ ബിബക്കത മുബാറക, അനുഗ്രഹീതമായ മക്ക എന്ന രാജ്യത്താണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. വഹുദൻ ലിൽ ആലമീൻ, ലോകർക്കെല്ലാം സന്മാർഗത്തിന്റെ വിളക്കാകുന്നു ആ ഭവനം. അവിടേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അല്ലാഹു തആല ആ പ്രവാചകന്മാരോട്, ഇബ്രാഹിം നബിയോട് പറയുന്നുണ്ട്, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നബിയെ താങ്കൾ ഹജ്ജിന് വിളംബരം ചെയ്യണം, പ്രഖ്യാപിക്കണം. യഅ്തൂക അലാ കുല്ലി റിജാൽ, ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും ഏത് മുക്കിലും ഏത് മൂലയിലാണെങ്കിലും അവിടേക്ക് ആളുകൾ വന്നെത്തിക്കൊണ്ടിരിക്കും. താങ്കൾ വിളിക്കണം, ക്ഷണിക്കണമെന്ന ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് അന്ന് തുടങ്ങിയതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം കഴിഞ്ഞ് എത്ര വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന നബിതങ്ങളുടെ കാലത്ത് തുടങ്ങിയതല്ലത്. ആ വിളി അവിടെ നിന്ന് ആരംഭിച്ചു. കഅബാലയത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുകയാണ്. ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാനുണ്ടാക്കിയ ആ ഭവനത്തിന്റെ സവിശേഷത, ആ നമസ്കാര സമയമൊഴിച്ചാൽ ബാക്കി എല്ലാ സമയത്തും അവിടെ തവാഫ് നടന്നുകൊണ്ടിരിക്കുക. എത്ര ഒരു അനുഗ്രഹീതമായ സമയമായി കൊണ്ട് നമുക്ക് ആ തവാഫിന്റെ സമയത്തെ കാണാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ നിന്നല്ലെങ്കിൽ ഇന്ത്യ ഒന്നാലോചിച്ച് നോക്കിയങ്ങൾ, ആ സീറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ പിന്നിൽ ആര് എന്ത് എന്നുള്ളതൊക്കെ അപ്പുറത്ത്, സാധ്യമാകുന്നവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കേണ്ടിയിരുന്ന ആ ഹജ്ജ് പലരും മിണ്ടാതെയും അല്ലെങ്കിൽ മാറി നിന്നും ഒഴിച്ചുവെച്ചു. ശക്തമായ ചൂടിലാണിത് നടക്കുന്നത്. ഈ വർഷം കൂടെ ഹജ്ജ് ചൂടുകാലത്തായിരിക്കും ഉണ്ടാവുക. വരുന്ന 17 വർഷക്കാലം ഇൻഷാ അല്ലാഹ് തണുപ്പുള്ള സമയത്തായിരിക്കും ഹജ്ജ് വരിക. ചൂടിനേക്കാൾ പ്രയാസമാണ് തണുപ്പ്. ആ കഠിനമായ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറയുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താ? മനുഷ്യൻ അവന്റെ ബാധ്യതയായി ആ ഹജ്ജ് ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കുകയാണ്. ഫീഹി, അവിടെയുണ്ട്, ആ മക്കയിലുണ്ട്, ആയാത്തും ബയ്യിനാത്തുൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം, ഒരു സ്ഥലമാണ്. കഅബാലയത്തിന്റെ പണിക്ക് വേണ്ടി നിന്ന സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ പല ആളുകളുടെയും സംസാരങ്ങളൊക്കെ കഅബാലയത്തിന്റെ താഴെയാണ് ഹാജറ ബീവിനെ മറവ് ചെയ്തിരിക്കുന്നത്. കഅബ എന്ന് പറഞ്ഞാൽ ഒരു ജാറമാണ്. പുരോഹിതന്മാർ ഈ നാട്ടിൽ, അതുകൊണ്ട് നമ്മൾ ഒരു ജാറത്തിന് തവാഫ് ചെയ്താൽ കുറ്റല്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ വ്യാഖ്യാനം.
മലപ്പുറം ജില്ലയിൽ തൃപ്പനച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയൊരു ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മരമുണ്ട്, ഒരു കൊടിമരം, ഒരു മരം. ആ മരത്തിനെ തവാഫ് ചെയ്താൽ മതി, കഅബാലയത്തിന് തവാഫ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂലിയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ മലയാളത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പുരോഹിതന്മാര് വിളമ്പിക്കൊടുക്കുന്നതാണ്. അള്ളാന്റെ ഖുർആൻ എത്ര പ്രാധാന്യത്തോടെയാണ് കഅബാലയത്തിനെയും മഖാമു ഇബ്രാഹിമിനെയൊക്കെ ഇങ്ങനെ എടുത്തു പറയാ. വമൻ ദഖലഹു കാന ആമിനാ, അവിടെ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനായി. ഏത് രാത്രിയും ഏത് പകലും ഏത് കുട്ടിക്കും ഏത് പെണ്ണിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സുരക്ഷിത രാജ്യം. വമൻ ദഖലഹു കാന ആമിന, അവിടെ പ്രവേശിച്ചവൻ നിർഭയനാണെന്നത് അതിന്റെ സവിശേഷതയാണ്. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ, ആ കഅബാലയമാകുന്ന ഭവനത്തെ നാം മസാബത്താക്കിയിട്ടുണ്ട്, നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കി, അംനാക്കി മാറ്റിയിട്ടുണ്ട്. എന്താ മസാബത്ത് എന്ന് പറഞ്ഞാൽ? സമ്മേളിക്കുന്ന സ്ഥലം, അഭയസ്ഥാനം, രക്ഷാകേന്ദ്രം, മടങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലം, പ്രതിഫലം ലഭിക്കുന്ന സ്ഥാനം, പുണ്യസ്ഥലം എന്നൊക്കെ അർത്ഥം പറയാവുന്ന പ്രയോഗമാണ് കഅബാലയത്തിന് ഖുർആൻ വിശേഷിപ്പിച്ചത് മസാബ. സഫയും മർവയും അതിന്റെ പരിസരത്താണ്. ഉടമകൾ. അതുകൊണ്ടാണല്ലോ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറെ വിഷമിക്കാറുള്ളത്. അവിടെ എന്തും സംഭവിക്കാം, ക്ഷീണിക്കാം, തളരാം, വെള്ളം കിട്ടാതെയാകാം, തിരക്കിൽപ്പെടാം, പലതും അവിടെ നടക്കും. ഒക്കെ പ്രതീക്ഷിക്കണം. ആ അറഫയും പുണ്യസ്ഥലങ്ങളും സംസമിന്റെ വെള്ളവും ഒക്കെ ലഭിക്കുന്ന ആ പ്രദേശം, ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നത് ഭാഗ്യമല്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പല ആഗ്രഹങ്ങളും അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ സാധിച്ചു. നബി ഉമർ റളിയല്ലാഹു ഒരു കാര്യം ആഗ്രഹിക്കും, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഖുർആനിലെ ആയത്തിറങ്ങും, അങ്ങനെ ആവണം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പല കാര്യങ്ങളും ആഗ്രഹിച്ചു കൊതിച്ചു, അതിൽപ്പെട്ട ഒന്നാണ് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കാനുള്ള ഒരു കൽപ്പന ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രത്യേകമായിട്ട് നിസ്കരിക്കാൻ ഒരു ചാൻസ് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ ഖുർആനിൽ ആയത്തിറങ്ങിയത്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ, ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കാരമാക്കി സ്വീകരിച്ചോളൂ. തവാഫ് കഴിഞ്ഞാൽ അവിടെ 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. മറ്റൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രവാചകന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ പരാമർശിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, പൂർണ്ണമായും മറക്കുന്ന ഒരു ഹിജാബിന്റെ നിർദ്ദേശം ഒന്ന് വന്നു കിട്ടുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ സ്ത്രീകൾ നന്നായി മറച്ചു നടക്കണമെന്ന് പറയുന്ന ഒരു വഹ്യ് വരികയാണെങ്കിൽ നമുക്ക് എത്ര സൗകര്യമായിരുന്നു. നിർബന്ധിക്കാലോ. തൊട്ടടുത്ത ദിവസങ്ങളിൽ അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങൾ നന്നായി മറക്കണമെന്ന കൽപ്പന അറിയുന്നത്. ഒരിക്കൽ അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്നുള്ള സൃഷ്ടിച്ചു. ഇത് കേട്ടപ്പോ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, എന്തൊരു നല്ല സൃഷ്ടാവാണ് നമ്മുടെ റബ്ബ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഞാൻ പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊതി എന്തായിരുന്നു? ഇന്ന സ്ഥലത്ത് നമസ്കരിക്കാനൊന്ന് ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു. അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്ത് വന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.
ഇതാർക്കു വേണ്ടിയാണ് ചെയ്യേണ്ടത്? എന്തിനാണ് ഇത് ചെയ്യേണ്ടത്? ലക്ഷ്യം പൂർത്തീകരിക്കണം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് നിർവഹിക്കേണ്ടത്, അത് പൂർത്തിയാക്കേണ്ടത്. ഞാൻ ഹജ്ജിന് പോകുന്നത് ഹജ്ജ് എന്ന പേര് കിട്ടാൻ, ഹാജിയാകാനല്ല. നാട്ടിൽ 4 ആള് കൂടുമ്പോ ഞാനൊരു ഹാജിയാണെന്ന് പറയാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾക്ക് വേണ്ടിയല്ല. മറ്റുള്ളവരൊക്കെ പോയത് കൊണ്ട് ഞാൻ പോയില്ലെങ്കിൽ ഒരു മോശല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും ചട്ടം കെട്ടാൻ വേണ്ടിയല്ല. ഇത് അള്ളാഹുവിനോടുള്ള എന്റെ കൃത്യമായ നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ എന്റെ ബാധ്യതയാണ്. ഞാനിത് നിർവഹിച്ചേ പറ്റൂ. അത് നിർവഹിക്കാൻ ധൃതി കാണിക്കണം. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എല്ലാം ഉണ്ടായിട്ടും ഒരുങ്ങാത്ത മനുഷ്യർ ഈ ഹദീസ് കേൾക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫല്യതഅജ്ജൽ, അവര് വേഗത്തിലും ധൃതിയിലും അതിനേക്ക് ഒരുങ്ങണം. നബി പഠിപ്പിക്കുകയാണ്, ഫഇന്നഹു, കാരണം തീർച്ചയായും, ഖദ് യംറദുൽ മരീദ്, ചിലപ്പോൾ ഇന്നവന് രോഗമില്ലാത്ത അവസ്ഥയായിരിക്കാം, തൊട്ടടുത്ത ഭാവിയിൽ അവൻ ഒരു രോഗിയായി മാറാം. വതളില്ലുല്ലാല, ഇപ്പോൾ അവൻ വഴിയുള്ളവനാണ്, അവന്റെ വഴികൾ അടയാൻ സാധ്യതകളുണ്ട്. വതഇറുൽ ഹാജ, പല പല പ്രശ്നങ്ങളും ആവശ്യങ്ങളും വന്നുകൊണ്ട് അവന്റെ മുമ്പിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവരെ, ലക്ഷ്യം വെക്കുന്നവരെ, നിങ്ങൾ വേഗത്തിലായിക്കൊണ്ട് ഹജ്ജിനൊരുങ്ങൂ. നമ്മൾ നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ആ യോഗ്യത നേടിയ ആളുകളെ ഈ കാര്യം ധൈര്യപ്പെടുത്തണമെന്നാണ് സൂചിപ്പിച്ചത്. ഒരാളെ മുസ്ലിമായി പരിഗണിക്കണമെങ്കിൽ അയാൾ നിസ്കരിക്കണം. ശരിയാണ്. അതേപോലെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ ഘടകമാണെന്ന് പഠിപ്പിച്ചതിലാ പറഞ്ഞത്. വഹജ്ജൽ ബൈത്ത്, ഹജ്ജൽ ബൈത്ത്, ഹജ്ജ് ചെയ്യാന്നുള്ളത് അയാൾ മുസ്ലിമാണ് എന്നതിന്റെ പരിഗണനയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നബി തങ്ങൾ ഒരു ദിവസം ഖുത്ബ നടത്തിയിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. ഫഹജ്ജു, നിങ്ങളെല്ലാവരും ഹജ്ജിന് യോഗ്യതയുള്ളവരൊക്കെ ഹജ്ജ് ചെയ്യണം. സദസ്സിലുണ്ടായിരുന്ന ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അകുല്ല ആമി യാ റസൂലല്ലാഹ്, റസൂലേ, കഴിഞ്ഞ കൊല്ലം ചെയ്ത ഒരാളാണെങ്കിൽ അയാൾ അടുത്ത കൊല്ലം ചെയ്യണോ? അയാൾ എല്ലാ കൊല്ലം യോഗ്യതയുണ്ടെങ്കിൽ എല്ലാ വർഷം ഇങ്ങനെ പോയി ചെയ്യണോ? നബി ഒന്നും മിണ്ടിയില്ല, വേണമെന്ന് പറഞ്ഞില്ല, വേണ്ടാന്ന് പറഞ്ഞില്ല. 3 തവണ അതേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലൗ ഖുൽതു നഅം, ഞാനെങ്ങാനും അതിന് അതേ എന്ന് പറഞ്ഞാൽ ലവജബത്, അത് നിർബന്ധമാകുമായിരുന്നു. എല്ലാ കൊല്ലും അയാൾ ഹജ്ജിന് പോകേണ്ടി വരും. അതുകൊണ്ട് അതേന്ന് പറയാൻ കഴിയില്ല. വലം മസ്തതഅതും, അത് നിങ്ങൾക്ക് സാധ്യമാകില്ല. എന്നിട്ട് ഹദീസിന്റെ ഷറഹിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലാണ് ഹജ്ജ് നിർബന്ധം. ചില ആൾക്കാർ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് പറയും, കഴിഞ്ഞ കൊല്ലം പോയതാണ് ശരിയായി തോന്നുന്നില്ല. എന്താ ശരിയല്ലാത്തത്? അത് മിനയിൽ പോയി നിന്നപ്പോ ഞാൻ കുറച്ച് നേരം ഒതുല്ലാതെ ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ തവാഫ് ചെയ്യണതിന്റെ ഇടയിൽ ഞാൻ ഒരാളെ കൊണ്ട് കൈ തട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് അയാൾക്ക് ശരിയായില്ല എന്നുള്ള തോന്നലുണ്ടാവും. ശരിയായില്ല എന്ന തോന്നല് വേണ്ട. അത് കബൂലാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് വേണ്ടത്. ഒരാൾക്ക് ഇനിയും ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിലോ അയാൾക്ക് സുന്നത്താണ്, രണ്ടാമതൊന്നുകൂടെ പോകണമെന്നുണ്ടെങ്കിൽ സുന്നത്ത് അയാൾക്ക് ചെയ്യാം. നിർബന്ധം ഒരെണ്ണമാണ്. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകൾ, ഉംറ കഴിഞ്ഞ് വരുന്ന ആളുകൾ, അവരോട് നമ്മൾ പറയണം, അയാൾ ഒരു പുതിയ വ്യക്തിയായി മാറണം. ഇത്രയും പണം ചെലവാക്കി 7-8 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ദിവസങ്ങളോളം അവിടെ നടന്നു ക്ഷീണിച്ചും കഷ്ടപ്പെട്ടു വരികയാണ്. എന്നിട്ട് വീണ്ടും പലിശക്കാരനായി മാറാൻ പാടില്ല, വീണ്ടും ഏഷണിക്കാരനായി മാറാൻ പാടില്ല, വീണ്ടും നമസ്കാരം മുടക്കുന്നവനായി, ഇസ്ലാമിക കർമ്മങ്ങൾ ശ്രദ്ധിക്കാത്തവനായി, നാട്ടിൽ തോന്നിവാസം പറഞ്ഞു നടക്കുന്നവനായി മാറാൻ പാടില്ല. അയാൾ ചെയ്ത കർമ്മത്തിന്റെ എല്ലാ ഫലവും നഷ്ടപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്, മൻ ഹജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്തു, ഫലം യർഫുത് വലം യഫ്സുഖ്, വേണ്ടാത്തരങ്ങളും ആഭാസങ്ങളും അശ്ലീലങ്ങളും വേണ്ടാത്ത തോന്നിവാസങ്ങളൊന്നും ചെയ്യാതെ ജീവിച്ചു. റജഅക യൗമിൻ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയായി അവൻ പരിശുദ്ധനായി തീരും.
മോശമാകാൻ പാടില്ല. ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെയും പഴയ തോന്നിവാസങ്ങളിലേക്ക് പോകാൻ പാടില്ല. പൂർണ്ണമായി തൗബ ചെയ്ത് നന്നായി മടങ്ങുന്നവരാണ്. ഉംറ കഴിഞ്ഞ് വന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, യാതൊരു മാറ്റവും അവരുടെ ജീവിതത്തിൽ സുന്നത്തിന്റെ കാര്യത്തിൽ വരുന്നില്ല, സംസാരത്തിൽ വരുന്നില്ല, കുടുംബത്തിൽ വരുന്നില്ല. ഏതോ ഒരു നാട്ടിലേക്ക് ടൂർ പോയി, ആ ടൂർ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന പോലെയാണ്. കേവല ചടങ്ങിനപ്പുറത്ത് നാട്ടിൽ ഞാൻ കുറെ ഉംറ ചെയ്തു, ഞാൻ 10 എണ്ണം ചെയ്തു, ഞാൻ 20 എണ്ണം ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രം പോയി വന്ന കുറെ ആൾക്കാരുണ്ട്. വെറുതെയാണ്. അവരുടെ പ്രതിഫലവും അവരുടെ നീയത്തും നഷ്ടത്തിലാണ് അവർക്ക്. ആഗ്രഹിക്കുന്നവർ അതിന്റെ വൃത്തിയായി അത് ചെയ്ത് പുറപ്പെട്ട് മടങ്ങി ജീവിതം കൊണ്ട് തെളിയിക്കണം, ഞാൻ ഉംറ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഹജ്ജ് കഴിഞ്ഞ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്താൽ എന്താണ് അവന് കൊടുക്കാൻ പറ്റുക? സ്വർഗ്ഗാണ് കൊടുക്കുക. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും അവന് പറയാനില്ല. സ്വർഗം തരുന്ന വാഗ്ദാനം ചെയ്ത സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സ്ത്രീകളായവർ, അവർ പുരുഷന്മാരൊക്കെ അങ്ങനെ യുദ്ധത്തിനും മറ്റു പല ദഅവ പ്രവർത്തനങ്ങൾക്കും ഓടിപ്പാടി നടക്കുമ്പോൾ അവർക്ക് ജിഹാദിന്റെ പ്രതിഫലമുണ്ട്. സ്ത്രീകൾ വന്ന് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്കൊരു ജിഹാദ് ചെയ്യാൻ വല്ല മാർഗവുമുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നറൽ ജിഹാദ അഫ്ളൽ അമൽ, നബിയെ, ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് ജിഹാദ്. അഫലാ നുജാഹിദു, ഞങ്ങൾക്ക് ജിഹാദിനൊരു അവസരം തരാമോ, പറയാമോ? ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ലകുന്ന അഫ്ളലുൽ ജിഹാദ് ഹജ്ജും മബ്റൂർ, ഏറ്റവും പുണ്യകരമായ ഹജ്ജ് സ്ത്രീകളെ നിങ്ങൾക്കുള്ള ജിഹാദാണ്. സഹോദരിമാർക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അവസരമാണ്. മെഹ്റമിന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ചിലർ ചെയ്യണമെന്ന് വിചാരിച്ച് ഒരുപാട് കാലം നീണ്ടുപോയി, പ്രായം ഒരുപാടായി, പണമുണ്ട്, പാസ്പോർട്ടുണ്ട്, രേഖകളുണ്ട്, എല്ലാം റെഡിയാണ്. പ്രായാധിക്യം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ വന്നാൽ എന്തു ചെയ്യണം? ഉലമാക്കന്മാർ പറഞ്ഞു, ആരോഗ്യമുള്ള മക്കൾ പോയി ഹജ്ജ് ചെയ്യണം. ആരറിയാൻ? വാപ്പ മരിച്ച് ഉമ്മ മരിച്ചിട്ട് 4 മൗലൂദും 10 റാത്തീബും കുറച്ച് ചോറും തീറ്റിപ്പിച്ചാല് വാപ്പാനോടുള്ള കടമ കഴിഞ്ഞു എന്ന് വിചാരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹദീസുകൾക്ക്. ലഖീത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സ്വഹാബിയ, ഒരിക്കൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നാ ബി ശൈഖുൻ കബീർ, എന്റെ ബാപ്പ നല്ല പ്രായാധിക്യമുള്ള വൃദ്ധനാണ്, നല്ല വൃദ്ധനാണ്. ശൈഖുൻ കബീർ ലാ യസ്തതിഉൽ ഹജ്ജ, ഹജ്ജ് ചെയ്യാൻ കഴിയൂല. ഹജ്ജിന് പോകാനുള്ള എല്ലാം ഉണ്ട്, പോകാൻ കഴിയില്ല. വലൽ ഉംറ, ഉംറക്കും പോകാൻ കഴിയൂല. അങ്ങനത്തെ അവസ്ഥ എത്തിക്കണം. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഹജ്ജ അൻ നബീക വഅതമിർ, എങ്കിൽ മകനായ നീ പോയി നിന്റെ ബാപ്പാന്റെ പകരമായി ഹജ്ജും ഉംറയും ചെയ്തിട്ട് വാ. ഇത് ബാധ്യതയാണ്, അതൊരു കടാണ്. ആ കടം വീട്ടണം പോയിട്ട്. സഹാബത്തിന്റെ കൂടെ നബി തങ്ങൾ ഹജ്ജിനൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ കുട്ടികളുണ്ട് കയ്യില്, ചെറിയ കുട്ടികൾ അവരുടെ കയ്യിലുണ്ട്. അവർ ചോദിച്ചു, നബിയെ, ഈ കുട്ടിക്കൊക്കെ ഹജ്ജിന് വല്ല കാര്യമുണ്ടോ? അവർ ഇഹ്റാമിന്റെ വേഷമൊക്കെ കെട്ടി ഈ കുട്ടികൾ ഹജ്ജിന് വന്നിട്ട് വല്ല പ്രതിഫലമുണ്ടോ? നബി തങ്ങളോട് ചോദിച്ചു. ഫറഫഅത് ഇംറഅത്തുൻ സബിയൻ, ഒരു പെണ്ണ് തന്റെ കുട്ടിനെ പൊക്കി കാണിച്ചിട്ട് ചോദിച്ചു, അലി ഹാദാ ഹജ്ജുൻ നബിയെ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ? ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, നഅം, ആ കുട്ടിക്കും ഹജ്ജിന്റേതായ എല്ലാം ഉണ്ട്. വലക്കി അജ്റുൻ, മാതാവെന്ന നിലക്ക് നീയാണല്ലോ ആ കുഞ്ഞിനെ നോക്കുന്നത്, നിനക്ക് അതിന്റെ പ്രതിഫലവുമുണ്ട്. കുട്ടിനെ ഹജ്ജ് ചെയ്യിപ്പിച്ചതിന്റെ കൂലി അത് നിനക്കുണ്ട്. ആരും ഇതിൽ നിന്ന്, അവർക്ക് പ്രതിഫലത്തിൽ നിന്ന് കുറച്ചു കൊടുക്കൂല. എല്ലാവർക്കുമുള്ള അവസരം അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഹജ്ജ് കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്ന ഒരവസ്ഥയാണ്, ചിലരെങ്കിലും അവിടെ തന്നെ താമസിക്കും, എന്നിട്ട് വല്ല ജോലിയോ മറ്റൊക്കെ അന്വേഷിക്കും. ഇസ്ലാമികമായി ചരിത്രം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടെ ഉഖാദ്, ദുൽമജാസ്, മജന്ന പോലെയുള്ള വലിയ വലിയ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. പലരും ഹജ്ജ് കഴിഞ്ഞാൽ നേരെ നാട്ടിക്ക് പോകുന്നതിന് പകരം അവിടുത്തെ മാർക്കറ്റുകളിൽ കച്ചവടം ചെയ്യാൻ തുടങ്ങി. പിന്നെ ചില ആളുകൾക്ക് ഒരു കുറ്റബോധം തോന്നി, ഇത് ശരിയാകുമോ, നമ്മൾ ഹജ്ജിന് വന്നതല്ലേ, പിന്നെ നമ്മൾ ഇവിടുന്ന് കച്ചവടമൊക്കെ ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റുമോ? അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലം മിർ റബ്ബിക്കും,
ഹജ്ജ് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്, കച്ചവടം ചെയ്യണതിന്, ജോലി ചെയ്യുന്നതിന് കുറ്റല്ല. ഒന്ന് ആലോചിക്കണം, ഇസ്ലാമിക വിരുദ്ധാകാൻ പാടില്ല, രാജ്യത്തിന്റെ നിയമം ലംഘിച്ചുകൊണ്ടാകാൻ പാടില്ല. കള്ളവിസ പറ്റൂല. നിയമം ലംഘിച്ചുകൊണ്ട് പിന്നെ അവിടെ പോയിട്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല, പാടില്ല. ആ കാര്യമാണ് അവിടെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഹജ്ജിന് പോകാനുള്ളവർ പുറപ്പെടുന്നു, പോയവർ മാന്യമായി ജീവിക്കണം. ഇനി പോകാൻ ഇപ്പോൾ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. ഹജ്ജിന് മുമ്പോയി നടക്കുന്ന രണ്ട് വലിയ അബദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ ഹജ്ജിന് പോകുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത പരിസരങ്ങളിലുള്ള മക്കാമുകളിൽ, ദർഗകളിൽ പോയി, ജാറങ്ങളിൽ പോയി സിയാറത്ത് നടത്തി അവിടെ പൈസ ഇട്ട് കൊടുത്ത് അവിടെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ പുണ്യം തേടി അവിടെ തവക്കുലാക്കിയിട്ട് കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോണ ആൾക്കാർ കൊടും ചതിയാണ് അള്ളാഹുവോട് ചെയ്യുന്നത്. രണ്ട്, ചിലരെങ്കിലും ഹജ്ജ് കല്യാണങ്ങൾ എന്ന പേരിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ച്, കുടുംബക്കാരും ഒക്കെ വിളിച്ച് നല്ലൊരു ഓഡിറ്റോറിയത്തിൽ എടുത്ത് വലിയൊരു ഫംഗ്ഷനൊക്കെ ആക്കി, എന്നൊരു പുതിയാപ്പിൾ ഒടുങ്ങി നിൽക്കുന്നമാതിരി ഒരു ഭാര്യയും ഭർത്താവും ഹജ്ജിന് പോണ ആൾക്കാർ നിന്ന് റെഡിയായി സ്റ്റേജിമൊക്കെ കയറി നിന്ന് ഒരു ഹജ്ജ് കല്യാണം നടത്തുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ഹജ്ജ് പഠിപ്പിച്ച പ്രവാചകന്റെ കാലത്ത്, സ്വഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങൾക്കിടയിൽ, ലോകത്തെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ഗ്രന്ഥങ്ങൾക്കിടയിൽ ആ സമ്പ്രദായമില്ല. എന്നാൽ പൊരുത്തപ്പെടിക്കേണ്ടവരോട് പൊരുത്തപ്പെടിക്കണം, പ്രാർത്ഥിക്കാൻ പറയണം, രോഗികളുണ്ടെങ്കിൽ അവർ പോയി സന്ദർശിക്കണം, അതൊക്കെ ചെയ്തിട്ട് പോകണം. പക്ഷെ എല്ലാവരും കൂടി ഞമ്മക്കൊരു വലിയ യാത്രയപ്പൊക്കെ തന്ന് നമ്മളങ്ങോട്ട് അവിടെ വലിയ ആരാധിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് വരുന്ന പോലെ ഒരു ചടങ്ങുണ്ടാക്കി, മാമൂലുണ്ടാക്കി, ദയവ് ചെയ്ത് ഹജ്ജിന്റെ ഇഖ്ലാസിനെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് സൂചിപ്പിച്ചത്. സാന്ദർഭികമായി പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദീനിന്റെ ശിആറുകളെ ബഹുമാനിക്കുന്ന, മതത്തിന്റെ ചിഹ്നങ്ങളെ കുറിച്ചുള്ള ആദരവ് സൂക്ഷിക്കുന്ന, ഇസ്ലാമിക തർബിയത്തിനോട് വലിയ ആദരവോടുകൂടെ കാണുന്ന ഒരു നല്ല മനസ്സ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് സൂചിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ, അള്ളാഹുവിലേക്ക് നന്നായി അടുക്കാൻ പറ്റുന്ന ഒരു സുപ്രധാന കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. അതിപ്പോൾ സംസാരിക്കാനുള്ള കാരണം അതിന് ഒരുങ്ങേണ്ട ഒരു സമയമാണ്. ഉദ്ഹിയ്യത്തും ബലിയറുക്കുക എന്ന കാര്യം ബലിപെരുന്നാളിന്റെ തലേ ദിവസം ഒരുങ്ങേണ്ട ഒരു കാര്യമല്ലാത്തത് കൊണ്ട് നേരത്തെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇന്ന് സമൂഹത്തിൽ പലരും അശ്രദ്ധരാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ ഉരുവിനെ മേടിച്ച് സ്വന്തമായി അറവ് നടത്താൻ കഴിവുള്ളവർ പോലും, ഷെയർ പോലും കൂടാതെ നടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ സ്വയം അവരുടെ ഈമാനും അവരുടെ മനസ്സും അവരുടെ പിശുക്കൊക്കെ സ്വയം ചിന്തിക്കേണ്ട സമയമാണ്. മുസ്ലിം നാമധാരികളായ ചില ആളുകൾ ചാനലുകളിലും പ്രോഗ്രാമുകളിലും ഒക്കെയായി ഉദ്ഹിയ്യത്ത് വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന വേറെ ചില വിവരം കുറഞ്ഞ മനുഷ്യന്മാരുണ്ട്. ഫിത്തിനകളുമായി നടക്കുന്ന ആളുകൾ, അവരെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാന്റെ ഖുർആനിന് എതിരാണ് അവർ പഠിപ്പിച്ചുകൊണ്ടത്. നമ്മൾ ഉദ്ഹിയ്യത്ത് അറക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനൊന്നും പടച്ചോൻ പറയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഫിത്തിനകളുണ്ട്. അത് നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി പറയാം. ഇത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ നൽകേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒന്നാണല്ലോ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. ആ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, ഇത് റബ്ബിന് വേണ്ടി ഫസല്ലി ലിറബ്ബിക വൻഹർ, റബ്ബിന് വേണ്ടി ബലിയറുക്കുക, റബ്ബിന് വേണ്ടി നിസ്കരിക്കുക. പ്രവാചകന്റെ പേരിൽ ബലിയർക്കാൻ പാടില്ല, മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറക്കാൻ പാടില്ല, ബദരീങ്ങളുടെ പേരിൽ അറവർത്താൻ പാടില്ല. അവരുടെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി
ബലി അറുക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ആ ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത്. ആ മൃഗത്തിന് പോലും ഇസ്ലാമിന്റെ പരിഗണന എത്ര ഉണ്ടെന്നറിയോ? വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ. ഹജ്ജ് എന്ന അധ്യായത്തിന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, ബലിമൃഗങ്ങൾ നിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്, അതിൽ നിങ്ങൾക്ക് ധാരാളം ഖൈറുണ്ട്. നിങ്ങൾ ആ ബലിമൃഗങ്ങൾക്കൊരു ബഹുമാനം കൊടുക്കണം. നല്ല പരിഗണന. വമൻ യുഅള്ളിം ശആഇറല്ലാഹ്, അള്ളാന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അവന്റെ കൽബിൽ തഖ്വയുണ്ടെന്നതിന്റെ അടയാളമാണ്. നല്ല മൃഗത്തെ ആരോഗ്യമുള്ള മൃഗത്തെ തെരഞ്ഞെടുത്ത് അതിന് നല്ല പരിചരണം കൊടുക്കൽ അതിനോടൊരു ബഹുമാനമാണ്. അത് അള്ളാഹുവിന് മാത്രമാണ് കൊടുക്കേണ്ടത് എന്ന് ഖുർആൻ തന്നെ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരത്തിൽ വജ്ഹത്ത് ഓതുമ്പോ നമ്മൾ പറയുന്ന വാക്കാണ് എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മങ്ങൾ എല്ലാം അള്ളാഹ്ക്കുള്ളതാണ്. അത് പടച്ചോൻ കൊടുക്കാനുള്ളതാണ്. അതിന്റെ ഇറച്ചി എത്ര ഉണ്ട്, അതിന്റെ പൂട എത്ര ഉയർന്നിട്ടുണ്ട്, കൊമ്പെത്ര പൊങ്ങിയിട്ടുണ്ട്, ഇതൊന്നല്ല പ്രധാനം. അതിന്റെ ഇറച്ചിയും അതിന്റെ മാംസവും ഒന്നുമല്ല പ്രധാനം. അതൊക്കെ വേണം, അതൊന്നല്ല ഈ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്തിനാ? അല്ലാഹു തആല ആ വിഷയത്തിൽ പറഞ്ഞ അതിന്റെ മാംസത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, വലാ ദിമാഉഹ, അതിന്റെ രക്തത്തിനല്ല, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഇത് ചെയ്യുമ്പോ, ഒരു ഷെയർ കൂടുമ്പോ, ഇതിന് ഒരുങ്ങുമ്പോ നിന്റെ മനസ്സിന്റെ തഖ്വ എന്താണ്? നിന്റെ മനസ്സിന്റെ നിയ്യത്ത് എന്താണ്? നീ അതിനു വേണ്ടി എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്? അപ്പോഴാണ് ആ നിയ്യത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇത്ര അറുത്തു, ഞാൻ നമ്മളെ നാട്ടിൽ 3 അറുത്തു. ഇതിങ്ങനെ എന്തിനടക്കിടക്കകൾ പറയണത്? ഞാൻ അങ്ങനത്തെ ഒരാളാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് വേണ്ട. എന്റെ മൃഗം നമ്മ മഹല്ലിൽ 10-20 അറുത്തുവെങ്കിലും എന്റെ മൃഗമാണ് അതിൽ എടുപ്പുള്ള മൃഗം. എന്തിനാണ് അയാൾ പറയണത്? ഞാനാണ് അതിൽ കാര്യമായിട്ട് കേമൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് വേണ്ട. വേറെ ചില ആളുകൾ പറയും, ഈ നാട്ടിൽ കുറെ മനുഷ്യന്മാരുണ്ട്, ഓരൊന്നും അറിവിന് കൂടുന്നില്ല, ഞാനുണ്ടല്ലോ, ഞാൻ 20-ാം വയസ്സ് മുതൽ ചെയ്യാൻ തുടങ്ങിയതാന്നൊക്കെ പറഞ്ഞ അയാൾ കൂടിയതിന്റെ മഹത്വം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഒരു കാട്ടലാണ്. നമുക്കിതിന്റെ ഏറ്റവും ആത്മാവ്, അന്തസത്ത, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി തഖ്വയോടെ അത് ചെയ്യുക. അതുകൊണ്ടാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖസ്സഹാതൈനിൽ ഇബാദതൈനി ബിദ്ദിക്ർ. ഈ ആയത്തിൽ അല്ലാഹു 2 ഇബാദത്ത് പഠിപ്പിച്ചു. ലിഅന്നഹുമാ മിൻ അഫ്ദലിൽ ഇബാദാതി വഅജല്ലിൽ ഖുർബാത്ത്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല 2 ഇബാദത്ത. ഒന്ന് നിസ്കാരം, 2 ഇവിടുന്ന് ബലികർമ്മം പഠിപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ബലിനെ പറ്റി പഠിപ്പിച്ചു. വഫിന്നഹിരി, ഈ ബലി നടത്തുമ്പോൾ തഖർറുബൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ നന്നായി അടുക്കുന്നുണ്ട്. വഇഖ്റാജുൽ ലിൽ മാൽ, അവൻ പണം പുറത്തേക്ക് കൊണ്ടുവരികയാണ്, അവന്റെ പിശുക്ക് മാറ്റാണ്. നമ്മള് ഫിത്ർ സക്കാത്ത് കൊടുക്കണ പോലെ ബലി പെരുന്നാളിന്റെ മുമ്പുള്ള നമ്മുടെ പിശുക്ക് മാറ്റാനുള്ള വലിയ ഒരു ഖുർബത്തിന്റെ മാർഗമാണ് ഉളഹിയ്യത്ത്. കഴിവുള്ളവരൊക്കെ അതിൽ പങ്കാളിയാവണം. നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഓടി വരുന്നത്, ഞാൻ യോഗ്യനല്ല, ഞാനായിട്ടില്ല. മാസം 20,000 30,000 വരുമാനമുള്ളവന് ഇപ്പോഴും പറയണത് ഞാനായിട്ടില്ല എന്നാണ്. ഈ അക്കൗണ്ടിൽ കൊല്ലങ്ങളായി ലക്ഷക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ടും ഉളുഹിയത്തിന് അയാൾ പേര് കാണാനില്ല എങ്കിൽ നമ്മൾ പരിശോധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്, മൻ വജദ സഅതൻ, ഒരാൾക്ക് കഴിവുണ്ട്, ശേഷിയുണ്ട്, തറക്കാനുള്ള ഫലം യുലഹി, എന്നിട്ട് അയാൾ അതിൽ പങ്കാളിയായില്ല എങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാന, അവൻ നമ്മുടെ ഉലുഹിയത്തിന് പങ്കെടുക്കാത്തവനാണെങ്കിൽ അവൻ നമ്മുടെ മുസല്ലകളിൽ വരാതിരിക്കട്ടെ, പങ്കെടുക്കാതിരിക്കട്ടെ. ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എത്രയോ കാണാൻ സാധിക്കും. അതിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടനേകം സംഭവങ്ങൾ. സ്വന്തം ജീവിതത്തിന്, കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാന മാർഗം കഴിഞ്ഞ് ഒരാടിനെ അറവ് നടത്താനുള്ള കഴിവുള്ളവനൊക്കെ അതിൽ പങ്കാളിയാവണം.
ആടാണെങ്കിൽ ഒരാൾ ഒറ്റക്കതിനെ അറുക്കണം, മാടാണെങ്കിൽ 7 ആള് വരെ കൂടി നമുക്ക് അറവിൽ പങ്കാളിയാകാൻ സാധിക്കും. അതാണ് നോക്കേണ്ടത്. ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് ഞാൻ ഒറ്റക്കൊരെണ്ണത്തിന് അറവ് നടത്താൻ പറ്റുമെന്ന് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വേണ്ട. അതാണ് ഷെയർ അല്ല. എനിക്ക് ഒറ്റക്കൊരു വലിയ മാടിന് അറവ് നടത്താൻ പറ്റുമോ? വലിയ കാര്യമായി. എനിക്ക് ഒറ്റക്കൊരു ആടിനെ ഇറക്കാൻ കഴിയോ? നമ്മുടെ മഹലിൽ ഇൻഷാ അല്ലാഹ് 13,000 രൂപയാണ് ഒരു ആടിന് ഷെയർ കൊടുക്കുന്നത്. യോഗ്യതയുള്ളവരൊക്കെ അതിലേക്കാണ് ആദ്യം സ്റ്റെപ്പ് കൊടുക്കുന്നത്. ഒറ്റക്ക് ഇതെന്റേതാണെന്ന് പറയാൻ കഴിയും. എന്നാൽ ഷെയർ കൂടി 7 ആള് വരെ കൂടിയിട്ട് മാടിന് അറവ് നടത്താനുമുള്ള ആനുകൂല്യം നമ്മൾ നൽകുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് 7,000 രൂപയായിരിക്കും ഒരു ഷെയർ ഉണ്ടാവുക. അതിന് സമയം കാത്തിരിക്കരുത്. ഒരാഴ്ച കൂടിയൊക്കെ നമുക്കുള്ളൂ. നമുക്ക് മൃഗങ്ങളെ കണ്ടെത്തണം, അതിനെ വില കാണണം, അതിന്റെ കേടുപാടുകൾ പരിശോധിക്കണം. ഒക്കെ നമുക്ക് സമയം വേണ്ടതാണ്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ, താല്പര്യമുള്ളവരൊക്കെ നേരത്തെ അതിലേക്ക് പങ്കാളികളാവണം. ഇനി ഒരാൾ സ്വമേധ അയാളും അയാളുടെ കുടുംബം മാത്രമാണ് ഇത് മഹല്ലിലോ പള്ളിയിലോ കൊണ്ടുവന്ന് അറവ് നടത്തുന്നില്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും. മൃഗത്തിന്റെ പ്രായം ശ്രദ്ധിക്കണം. ബലിമൃഗത്തിന്റെ പ്രായമായതായിരിക്കണം. ആടാണെങ്കിൽ 1 വയസ്സ് തികയണം, മാടാണെങ്കിൽ 2 വയസ്സ് തികയാതെ എത്ര വലുപ്പമുണ്ടെന്ന് പറഞ്ഞാലും അറവ് നടത്താൻ പാടില്ല. അതേപോലെ തന്നെ ചെവി, മറ്റ് അവയവങ്ങൾ എവിടെയെങ്കിലും ബ്ലഡ്, അതല്ലെങ്കിൽ മുറിവ്, പരിക്കുള്ള മൃഗമാണെങ്കിൽ അറവ് നടത്താൻ പാടില്ല. ചിലപ്പോ കന്ന് ലോഡിൽ ഇറക്കുമ്പോഴോ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവും. അത് അറവ് സമയമാകുമ്പോഴത്തേക്കും മുറിവ് ഉണങ്ങിയ മൃഗമായി മാറും. അപ്പൊ അങ്ങനെ പരിക്കില്ലാത്ത, രോഗമില്ലാത്ത, ഗർഭിണികളല്ലാത്ത മൃഗങ്ങളെ നല്ല സെലക്ട് ചെയ്ത് നല്ല വെള്ളം കൊടുത്ത് നന്നായി ഒരുക്കി അതിന്റെ അറവ് കഴിയുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വികാരം ഇങ്ങനെ വരണം. ഞാൻ അറക്കാൻ കൊണ്ടുപോകുമ്പോഴേ നമ്മൾ നോക്കിയതിന്റെ ഒരു വികാരം നമുക്ക് കിട്ടണം. നമുക്കൊന്നുമില്ല, നമുക്കിങ്ങനെ ഇറച്ചി കിട്ടണം, നമ്മളിങ്ങനെ മേടിച്ച് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകുന്നു, നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവണില്ല. നമ്മുടെ ഒരു പ്രിയപ്പെട്ടതിനെ അറവ് നടത്തി എന്നുള്ള ഫീലിംഗ് ഉണ്ടാവാൻ പരമാവധി ശ്രമിച്ചാൽ നമുക്കതൊരു വലിയ പാഠമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന ഉദ്ഹിയത്തിലും അതിന്റെ അനുബന്ധമായ കർമ്മങ്ങളിലൊക്കെ പങ്കാളികളാവാനും പെരുന്നാളിന്റെ സന്തോഷങ്ങളിലൊക്കെ ഉൾക്കൊള്ളാനും ഒക്കെ അല്ലാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. 2 സുപ്രധാന കാര്യങ്ങൾ കൂടെ രക്ഷിതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ കുട്ടികൾ വലിയ നന്മയോടെ ദീനിന്റെ താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ദൂരം യാത്ര ചെയ്ത് നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തു. ആ മക്കൾക്ക് ഇനിയും അതിന്റെ ബാക്കി ലഭിക്കണം. ഇപ്പോൾ ലഭിച്ച ഒരു നനവുണ്ട്, അതിലേക്ക് ഇനിയും വെള്ളമൊഴിക്കേണ്ടത് രക്ഷിതാക്കളെ നമ്മളാണ്. നമ്മുടെ പള്ളിയുടെ കീഴിൽ സമ്മറൈസ് എന്ന പേരിൽ ഈ വരുന്ന 19-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ഈ വിദ്യാർത്ഥി പ്രായത്തിലുള്ള ഈ കുട്ടികൾക്ക് വേണ്ടി അവധിക്കാല മതപഠന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 1 മണിക്കൂറേ ഉള്ളൂ, ഒരു ദിവസം 1 മണിക്കൂറേ ഉള്ളൂ. അവർക്ക് ആ സമയം മനസ്സിലാക്കി 10 മണി മുതൽ 11 മണി വരെ നമ്മുടെ മദ്രസയിലുള്ള ഹാളിൽ വെച്ചുകൊണ്ട് 2 പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ സംഘാടകർക്ക് നിങ്ങൾ പേര് കൊടുക്കണം. മക്കൾ അതിലേക്ക് താല്പര്യപൂർവ്വം എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 2ാമത്തെ കാര്യം, നമ്മളൊക്കെ ഈ ദുനിയാവിൽ കാഴ്ച കണ്ട് ജീവിക്കുന്നവരാണ്. ഉമ്മാനും ബാപ്പാനും നാടും നഗരവും സ്ഥലങ്ങളും ഒക്കെ കണ്ട് സുഖമായി ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനൊക്കെ ശുക്ർ നമ്മൾ പറയലുണ്ടോ എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ സ്വന്തം ഉമ്മയെ, ബാപ്പയെ, മക്കളെ കാണാതെ ലോകത്തിന്റെ വർണ്ണശബളമായ പൂന്തോട്ടങ്ങളെ, ഈ ലോകത്തിന്റെ അനുഭൂതികളെ ഒരിക്കൽ പോലും കാണാത്ത ഇരുട്ടിന്റെ ലോകത്ത് ജീവിക്കുന്ന കാഴ്ച പരിമിതർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അവരുടെ കുടുംബത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു? നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ അത്തരം കുടുംബങ്ങൾ, കാഴ്ച പരിമിതരുടെ കുടുംബങ്ങൾക്കൊരു സംഗമം ഇൻഷാ അല്ലാഹ് നടത്താനിരിക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച കണ്ണൂരുള്ള ഹോട്ടൽ റെയിൻബോയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലോ നാട്ടിലോ പരിചയമുള്ള അത്തരം കുടുംബങ്ങൾ, അവർക്ക് പോകാനും വരാനൊക്കെയുള്ള എക്സ്പെൻസ് കൊടുക്കും. അവരെ നമ്മൾ നന്നായി പരിഗണിച്ചുകൊണ്ടാണ് ആ സദസ്സ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും അതിനെ സാമ്പത്തികമായും എല്ലാ നിലക്കും അതിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു വലിയ ബാധ്യതയാണ്. സാധാരണ ഈ പ്രോഗ്രാം പോലെയല്ല, അവരെ കൈ പിടിച്ച് കൊണ്ടുവന്ന് സദസ്സിൽ ഇരുത്തണം. മൂത്രമൊഴിക്കാൻ അവരെ കൊണ്ടുപോകണം, അവരെ ട്രെയിന് കയറ്റി കൊടുക്കണം. എന്തിനാണ്? അവർക്ക് ദീന് കിട്ടണം, അവർക്ക് ഇസ്ലാം കിട്ടണം, അവർക്ക് പ്രതീക്ഷ കിട്ടണം, അവർക്ക് സ്വർഗത്തിന്റെ അനുഭൂതികളുടെ കാഴ്ച കാണാൻ പറ്റണം. അതിന് ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളാണ് അതിന്റെ മുൻപിൽ നിൽക്കേണ്ടത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നന്മയുടെ എല്ലാ വഴികളിലും വരാനും അവരോടൊപ്പം അത്തരത്തിലുള്ള ദീനിയായ നല്ല സംരംഭങ്ങളിലൊക്കെ സഹായകമാകാനും അള്ളാഹു നമുക്ക് സന്മനസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ രോഗികളായ പലരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുടെ മാതാപിതാക്കൾ 6 അടി മണ്ണിലാണ്. അള്ളാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി ബർസഖിന്റെ ലോകത്ത് സ്വർഗ
സ്വർഗത്തിന്റെ കാഴ്ചകൾ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ സദുദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിച്ചു തരണമേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم رب اجعل هذا البلد آمنا مطمئنا. اللهم تقبل توبتنا واغفر ذنوبنا. اللهم توفنا مسلمين وألحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.